അനീഷ്, അതുപോലെ തന്നെ ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗത്തും ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയൊരു കാര്യം വാർത്ത വന്നിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് പുറത്തുവരുന്നത്. ആ വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും തുളസി, ഈ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ കാട്ടാനകളുള്ളത്. മറുഭാഗത്ത് കബാലിയും ഈ വശത്ത് വെറ്റിലപ്പാറ ഭാഗത്ത് മറ്റൊരു കാട്ടാനക്കൂട്ടവുമാണ് ഉള്ളത്. ഈ കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും, വീണ്ടും തിരികെ കാട് കയറും. അങ്ങനെയായിരുന്നു സംഭവം. കാടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ കൃഷി കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇതേ പ്രദേശത്ത് ഇറങ്ങിയത്. വെറ്റിലപ്പാറ അരൂർമൊഴി ഭാഗത്താണ് ഇറങ്ങിയത്. അരൂർമൊഴി കനറ ബാങ്കിന് സമീപത്താണ് ആന ഇറങ്ങിയത്. ജനവാസ മേഖലയാണ് ഈ പ്രദേശമെല്ലാം. ഇവിടെയാണ് ഈ കാട്ടാനക്കൂട്ടം വിഹരിച്ചത്. ഇറങ്ങിയ കാട്ടാനക്കൂട്ടം നടന്നു പോകുന്നതിന് വേണ്ടി സമീപത്തുള്ള കൃഷിയിടങ്ങളിലെ കൃഷിയെല്ലാം വ്യാപകമായി നശിപ്പിച്ചു. വരടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലും കൃഷി നശിപ്പിച്ചത്. പിന്നീട് ആന സ്വമേധയാ തന്നെ ഈ ആനക്കൂട്ടം തിരികെ കാട് കയറി പോവുകയാണ്. എന്തായാലും നമുക്കറിയാം, ഈ അതിരപ്പള്ളി മേഖലയിൽ മൂന്ന് ഒറ്റയാന്മാരാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ഏഴാറ്റുമുഖം ഗണപതി, രണ്ട് മഞ്ഞക്കൊമ്പൻ, മൂന്ന് കബാലി. മഞ്ഞക്കൊമ്പൻ ഇതുപോലെ തന്നെ സമാനമായ ഒരു ആനയാണ്. ഈ കബാലിയെ പോലെ തന്നെ സമാനമായി അപകടകാരിയായ ഒരു ആന തന്നെയാണ് ഈ മഞ്ഞക്കൊമ്പൻ. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഊരുമൂപ്പന്റെ ഭാര്യയെ വനത്തിനുള്ളിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഈ മേഖലയിലെല്ലാം അരങ്ങേറിയത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്ത വലിയ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. അന്നത്തെ MP ബെന്നി ബെഹനാനും അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ഭീതി ഏറി വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വെറ്റിലപ്പാറ ഭാഗത്താണ് കാട്ടാന കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്. ഇനി നിയമസഭയിലേക്ക് പോകാം. ചോദ്യോത്തര വേളയിലാണ് മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നത്. അവയവദാനങ്ങളിൽ